ചെയ്തില്ലെങ്കിൽ എന്താക്കും, അവരെടുത്ത് ഓടിച്ചുകൊണ്ട് പോകും. അവിടെ നിന്നോ അവിടെ നിന്നോ അവിടെ നിന്നോ. വണ്ടി കയറിക്കണം, അവരോട് വണ്ടി കയറിക്കണം. മാറി മാറിക്ക, ബോബിയോട് മാറി, കാണുന്നില്ല എനിക്ക്. ಕರ್ನಾಟಕ ಪೊಲೀಸ್ ಆಕ್ಷನ್ ಎಡುಕೋ. ಕರ್ನಾಟಕ ಪೊಲೀಸ್ വെറുതെ നനിക്കണ്ട. ಕರ್ನಾಟಕ ಪೊಲೀಸ್ ಮುಂದೆ ಆಕ್ಷನ್ ಎಡುಕೋ. ഗുണ്ട ഇപ്പൊ സിക്കിയാച്ചേ, പോലീസ് കയ്യില് ഗുണ്ട സിക്കിയാച്ചേ. എനിക്ക് ന്യായം കിട്ടിയാച്ചടാ. ക്ലിപ്പി കിട്ടിയാച്ചേ. MLA எங்கே போய் உங்களுக்கு நியாயம் தான் வரணும்ல. ஃபுல்லு 4G இல்லையா கேரளா நாடு. ആന്ധ്രക്കാട് പോയി. ஃப்ராட் பாருங்க, இந்த மாதிரி இவனே பக்கா ஃப்ராட் ஆனே. ഈ ഫ്രോഡ് இங்க கிரிமினல் ட்ரெஸ்பாஸ் பண்ணிருக்கு, பண்ணிட்டு கன் வச்சிட்டு இங்க இருக்கு. இப்போ ഇവനക്ക് വേണ്ടതായിട്ട് ഗുണ്ടാസ് വന്നിருக்கு. ഈ രണ്ട് ഗുണ്ടാ കാണുന്നില്ല, ഇപ്പൊ കാണുന്നില്ലേ അവിടെ? അവള് കാറ്റഴിച്ചു വിടുക, കാറ്റ്. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വീഡിയോകൾ മുഴുവൻ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ 10 ദിവസമായി ഞാനും എൻ്റെ ഭാര്യയും കൂടി വന്ന് നിൽക്കുന്നത്. ഈ 10 ദിവസം തയ്യിലായിരുന്നു. അതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് വെള്ളവും കറണ്ടും ഒന്നും തരാണ്ട് അവർ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കി. 1.5 ദിവസം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉരുകി ഇതായി. അങ്ങനെ ലാസ്റ്റ് IC ബാലകൃഷ്ണൻ MLA വന്നിട്ട് ഇവിടെ SP-ൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളതും പിന്നെ പെട്രോൾ ഇതിൻ്റെ സാധനങ്ങളെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടി പെട്രോൾ അടിക്കാനുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. അതും കഴിഞ്ഞ് അയാൾ പോയി. എനിക്ക് നീതി കിട്ടാനുള്ള ഒരു വഴി അയാൾ തുറന്നു തന്നിട്ടില്ല. ഞാൻ ഇതേ വിഷയം തന്നെ 10 വർഷം മുമ്പ് ഞാൻ ഫേസ്ബുക്ക് ലൈവ് നിങ്ങൾക്ക് ഇപ്പോഴും തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഞാൻ അന്നും പറയുന്നുണ്ട് എനിക്ക് നീതി കിട്ടുന്നില്ല, എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു, എന്നെ എല്ലാം കൂടി തകർത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട് കമൻറ്റ് ഇടുകയല്ലാണ്ട് ഒരു നീതി എനിക്ക് കിട്ടിയിട്ടില്ല. അവസാനമായി എന്നെ അതുകൂടാണ്ട് ഇവരെന്നെ മുഴുവൻ എന്നെ കള്ളക്കേസിൽ കുടുക്കി 8 വർഷം എന്നെ ഇവിടെ സാമ്രാജ്യനഗർ കോർട്ടിൽ എന്നെ കേസാക്കി നടത്തി. ബത്തേരിയിൽ നിന്ന് സാമ്രാജ്യനഗറിലേക്ക് 110 കിലോമീറ്റർ ഈ അമ്പെല്ലാം ചാടി ഞാൻ കറക്റ്റ് സമയത്ത് അവിടെ 11 മണിക്ക് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെയും മാറ്റി വെച്ച് വക്കീലന്മാരെല്ലാം എൻ്റെ ഇങ്ങനെ ബ്ലഡൊക്കെ ഊറ്റി കുടിച്ച് 8 വർഷം എന്നിട്ട് നരകിപ്പിച്ചു. ആ തീ നിങ്ങളെ കേരളത്തിലെ എല്ലാവരും കൂടെ ഇരുന്ന്
കിടത്താൻ നോക്കിയാലും കേട്ടില്ല. എൻ്റെ കൂടെ ഞാൻ വരണ്ട എന്ന് പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞു, ബോബി ഇത് സ്ഥലം കർണാടകയാണ്, ഇവിടേക്ക് എൻ്റെ കൂടെ വന്നാൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അവൾ എൻ്റെ കൂടെ ഇറങ്ങി ചാകുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചേ ചാകുകയുള്ളൂ, ക്ലിപ്പിച്ചാറിന് ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞിട്ട് പുറകെ കൂടിയിരിക്കുകയാണ് ഇവള്. അവളോടെങ്കിലും ഒരു തുള്ളി ഒരു കുറച്ചൊരു മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ, പിണറായി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ, എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് എൻ്റെ കേരളത്തിലെ സ്ഥാപനങ്ങളെല്ലാം ശരിയാക്കി പൂട്ടിയിട്ടിരിക്കുക. ഞാൻ എൻ്റെ കോടതിയിൽ പോയി കയറി ഇറങ്ങി ലാസ്റ്റ് ക്രഷറിന് മാത്രം ലൈസൻസായി. അതായി കിട്ടിയപ്പോഴത്തേന് ഇത്രയും 5 വർഷത്തോളം പൂട്ടി കിടക്കുന്ന സ്ഥാപനം എനിക്ക് ഓണാക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എല്ലാം കൊണ്ടും ബ്ലോക്കായി. ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് നടന്നിരുന്നാണ് കോടികൾ ഞാൻ ബാങ്കിൽ ഡിപ്പോസിറ്റും ട്രാൻസ്ഫറും ചെയ്തുകൊണ്ട് എൻ്റെ അപ്പോയിൻമെൻറ്റിന് കയറി നടന്ന ഫെഡറൽ ബാങ്കിലെ മാനേജർ അടക്കം ഞാൻ ലാസ്റ്റ് പറഞ്ഞു എനിക്ക് ഒരു പേഴ്സണൽ ലോണ് ഒരു 20 ലക്ഷം താന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ, ക്ലിപ്പി നിനക്കിപ്പോൾ റണ്ണിങ് ബിസിനസ് ഇല്ല, ഇവിടെ നിൻ്റെ സിവിൽ കുറവാണ്, നിനക്ക് എൻ്റെ ലേറ്റ് പേയ്മെൻറ്റ് 63 ഉണ്ട്, തരാൻ പറ്റില്ല, ഒരു ലോണും തന്നില്ല, ഒന്നും തന്നില്ല. അങ്ങനെ എൻ്റെ കേസെല്ലാം 8 വർഷം എന്നെ നടത്തി, കേസെല്ലാം തീർന്ന് ഞാനിവിടെ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഇവിടെ ഈ മിഷനിൽ കട്ടുകൊണ്ടുപോയ മിഷനിൽ പകരം വേറെ മിഷനെല്ലാം കൂടി വെച്ച് ഇവിടെ വർക്ക് തുടങ്ങിയത്. ഇവിടെ ലോഡ് കണക്കിന് ടൈലർ വണ്ടികളിൽ സാധനങ്ങൾ കേരളത്തിലേക്കും പല സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഞാൻ ഇവിടെ വന്ന് തടയുകയും എൻ്റെ സ്ഥാപനത്തിലേക്ക് ഇവിടെ വന്ന് ഞാൻ റോഡ് സൈഡിലാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. റോഡ് സൈഡിൽ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ പോലീസ് വന്നത് റോട്ടിലിടാൻ പറ്റില്ല, ഞാൻ നിന്നെ വണ്ടി പൊക്കിയിരിക്കുമെന്ന് പറഞ്ഞു. ഇത് വലിയ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അവർ പറഞ്ഞു ടാസ്ക് ഫോഴ്സിനെ ഇറക്കിയിട്ട് ഇത് വലിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ക്രെയിൻ കൊണ്ടുപോയി നിന്നെ ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ 2 ദിവസം മുമ്പ് എൻ്റെ മണ്ണിലേക്ക് ഞാൻ വണ്ടി ഇടിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ ഇവിടെ യഥാർത്ഥ കള്ളികൾ ഇവിടേക്ക് ഇറങ്ങി. അവരിറങ്ങി ശാന്തി എല്ലാം കൂടി വന്ന് ഇവിടെ രാവിലെ തന്നെ ഭയങ്കര പ്രശ്നവും വണ്ടി കിട്ടി ഇടിക്കലും. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയില്ല, എൻ്റെ ഭാര്യേൻ്റെ ചങ്ക് ഇവിടെ കിടന്നിട്ട് പൊട്ടുകയാണ്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഇവർ രാത്രി പോയിട്ട് ഒരു കൈ ബോംബ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടു. കൈ ബോംബ് ഇട്ടപ്പോഴത്തേനും ഇവിടെ പാറാവ് നിന്ന പോലീസുകാരൻ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ SI എല്ലാം കൂടി ഓടി വന്നിട്ട് അവർ ചെയ്ത കാര്യം ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂച്ചേനെ ഓടിച്ചു വിടുന്ന ലാഘവത്തോടെ പോ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു ഡ്രാമയാണ്, വീട്ടിലേക്ക് നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ് ഓടിപ്പിച്ചു വിടുക. ഇത് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ പഠിച്ചിടത്തോളം അവിടുത്തെ പോലീസ് സ്ട്രോങ് തന്നെയാണ്. അവനെ അപ്പം തന്നെ പിടിച്ചെടുത്തിട്ട് ജയിലിൽ കൊണ്ടുപോയാക്കും. അത് ഒരാളുടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു ഭൂമിയിലേക്ക്, എൻ്റെ ഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ ഭൂമിയിൽ വന്ന് ബോംബിടാൻ ധൈര്യമുള്ള ഒരു നാട് ഈ ഇന്ത്യയിൽ, ഈ കർണാടക എന്ന് പറയുന്ന സാധനം ഇന്ത്യയിലാണ്. എനിക്ക് ലജ്ജ തോന്നുകയാണ്. അപ്പോൾ എന്നെ 8 വർഷം ഇവർ കോടതിയിലൊക്കെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഞാൻ ഈ അമ്പും എല്ലാം ചാടി പോയ തീ കേരളത്തിൽ ഒരുത്തനും കിടത്താൻ പറ്റില്ല. എനിക്ക് ഇതുവരെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഈ വീഡിയോ ചെയ്യാൻ ഉള്ള കാരണം ഇന്ന് ഇവിടെ മുഴുവൻ എനിക്ക് കുടിക്ക് വെള്ളമില്ല, ജനറേറ്റർ ഓഫായി കിടക്കുന്നു. എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് എൻ്റെ റിലേഷനിലുള്ള പിള്ളേർ അവിടെ നിന്ന് വണ്ടി എടുത്തു വന്ന് വെള്ളവും പെട്രോളും എല്ലാം കൊണ്ട് വന്നപ്പോൾ ആ വണ്ടീൻ്റെ കാറ്റെല്ലാം അഴിച്ചു കുത്തിയിട്ട് അവളുടെ പോലീസിനെ വിളിച്ച് ആ പോലീസ് ഓടി വന്ന് ഇവരെയൊക്കെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി തല്ലി അവരെ ജീപ്പിലിട്ടിട്ട് ലോക്കപ്പിലാക്കിയിരിക്കുന്നു. എനിക്കിതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഏതായാലും ഇപ്പോൾ അവരെല്ലാം ഇവിടുന്ന് പോയി. ഇവിടെ പോലീസും ഇല്ല, ഒന്നുമില്ല. എന്നെ കൊല്ലാൻ ഇവരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. 1ഉം 2ഉം അല്ല അവർക്ക് കിട്ടുന്നത്. ഇന്നത്തെ വില അനുസരിച്ച് 25 കോടിയുടെ സ്വത്താണ് ഈ കിടക്കുന്ന സാധനം. ഞാൻ അന്ന് 13 വർഷം മുമ്പ് 12 കോടി മുടക്കിയിട്ട് ഉണ്ടാക്കിയിട്ട സ്ഥാപനമാണ്. ഇന്ന് സ്ഥലത്തിന് വില മാറി, എല്ലാത്തിനും വില മാറി. ഇവിടെ അത്രയും സാധനം ഇവർ എന്നെ കൊന്ന എൻ്റെ പിച്ച് ചീന്തിയിട്ടാണെങ്കിലും അത് നേടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാരും എല്ലാം ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഗവൺമെൻറ് ഓഫ് കർണാടക എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇവളോട് സംസാരിച്ച് ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത്. ഇവിടുത്തെ പോലീസ് ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞാൻ മടുത്തു. ഞാൻ ഇവിടെ രക്തസാക്ഷിയാകുന്നത് ഇനി വരുന്ന ഇവിടുത്തെ വ്യവസായികൾക്കും വരും തലമുറകൾക്കും എല്ലാവർക്കും ഒരു മാതൃകയാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒന്നാലോചിക്കുക, നിങ്ങൾക്ക് ഒരു നീതിയും കിട്ടില്ല. ഇവിടെ ആര് ഭരിച്ചാലും
ഭരിച്ചാലും മോദി ഭരിച്ചാലും പിണറായി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇവിടെ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നില്ല. ഇത്രയും കാലമായിട്ട് എനിക്ക് നീതി കിട്ടിയിട്ടില്ല. നിങ്ങളെ എന്തായാലും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നിങ്ങളെൻ്റെ ശവം എടുക്കാൻ വേണ്ടിയിട്ട് നാളെ പോരെ. ഓക്കെ.